ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിന് സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ജനുവരി പകുതിയോടുകൂടി സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചരണം ശക്തിപ്പെടുത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസ് ക്യാമ്പുകളും UDF ക്യാമ്പും ഒക്കെ പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ ഒരു അന്തവും കുന്തവും ഇല്ല നമുക്ക്. എങ്ങനെ ഇത് സാധ്യമാകും? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുതിർന്ന പല നേതാക്കളും മത്സരിക്കണം അല്ലെങ്കിൽ മത്സരിക്കുമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഹൈക്കമാൻഡിന്റെ ഒത്താശയും അവർക്കുണ്ട്. ഹൈക്കമാൻഡാണ് പറഞ്ഞത് മുതിർന്ന നേതാക്കളെ എല്ലാ തലത്തിലും മത്സരിപ്പിക്കണമെന്ന്. അതിന്റെ ഫലമായാണ് പരിണിതപ്രജ്ഞരായ പല ആളുകളും വലിയ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച് വിജയമൊക്കെ കൊയ്ത ആളുകളും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും അതിന് നേതൃത്വം നൽകിയതും. അതൊരു ഉദാഹരണമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് PJ കുര്യൻ, VM സുധീരൻ, K സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച രംഗത്തെത്തിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ മത്സരിക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വരണമെങ്കിൽ അദ്ദേഹമൊക്കെ എത്ര വലിയ പദവി, പ്രതിരോധ മന്ത്രി ആ പദവിയിലൊക്കെ ഇരുന്ന വ്യക്തിയാണ്. അങ്ങനെ വലിയ വ്യക്തിത്വങ്ങളൊക്കെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ചില MP-മാർ, അതിൽ ഒന്നാം സ്ഥാനത്ത് ശശി തരൂരുണ്ട്. ശശി തരൂരിന് നിയമസഭാ സീറ്റ് കിട്ടിയാൽ പുളിക്കില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നിയമസഭ പിന്നെ ആരാണ്? അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, K സുധാകരൻ. നേരത്തെ ഞാൻ പറഞ്ഞു, K സുധാകരൻ MP കൂടിയാണ്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ്, ഇവരൊക്കെ MP സ്ഥാനത്തിരിക്കുന്നവരാണ്. അവർക്കും അടൂർ പ്രകാശ് നിയമസഭാ സാമാജികരായി കേരളത്തിൽ നിൽക്കണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഈ മത്സര രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ന്യായമായ സംശയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നേരത്തെ എങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും? VM സുധീരനൊക്കെ രംഗത്തിറങ്ങിയപ്പോൾ MM വാസൻ ഉൾപ്പെടെയുള്ള ആളുകളും റിട്ടയറായി വീട്ടിലിരിക്കേണ്ട ആളുകളും ഒക്കെ പറയുന്നു ഞങ്ങൾക്കും മത്സരിക്കണം. അവരൊക്കെ മത്സരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ മത്സരിപ്പിച്ചുകൂടാ എന്നാണ് ചിന്ത. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നടക്കുന്നത് എന്താണ്? 90 സീറ്റുകളിലാണ് കോൺഗ്രസ് സാധാരണഗതിയിൽ മത്സരിക്കുന്നത്. അതിൽ 50% സീറ്റുകളെങ്കിലും യുവാക്കൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പ്രാധാന്യം നൽകുന്ന അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ 45 സീറ്റുകളിലെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ മത്സര രംഗത്തുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിൽ മണ്ഡലങ്ങളിൽ മത്സരിച്ച ആളുകൾ, നിലവിൽ സിറ്റിംഗ് MLA-മാർ, അവരൊക്കെ മത്സരിക്കാനാണ് സാധ്യത കൂടുതൽ. 5 മണ്ഡലങ്ങളിൽ ഏറിയാൽ ഈ പെൺവാണിഭ കേസുകളിലും പീഡന കേസുകളിലും ഒക്കെ പ്രതി ചേർക്കപ്പെട്ട MLA-മാരുണ്ട്. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട്, കോവളം MLA, അതുപോലെ പെരുമ്പാവൂർ MLA. ഈ 3 MLA-മാരെയും ഒരു പക്ഷേയെങ്കിൽ വീണ്ടും മത്സരിപ്പിക്കാൻ ഇടയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇനിയിപ്പോ ഇത് ഫണ്ടഡ് സീറ്റാണെന്നൊക്കെ അറിയാമല്ലോ, കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കുന്നതൊക്കെ. ഫണ്ട് കൃത്യമായി ചെല്ലേണ്ട ഇടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ വീണ്ടും സ്ഥാനാർത്ഥികളായി വരും എന്ന കാര്യത്തിലും നമുക്ക് തർക്കമൊന്നുമില്ല. ഒരുപക്ഷെ ഇവരൊക്കെ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവരൊക്കെ ചിലപ്പോൾ സ്വതന്ത്രരായി മത്സരിക്കാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. വിമത സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ മത്സരിച്ചാൽ ഒരു കുഴപ്പവുമില്ല. അവരൊക്കെ ചിലപ്പോൾ ജയിച്ച് വരികയും ചെയ്യും. അത്രമാത്രം ജനപിന്തുണയൊക്കെ അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നല്ല ജനപിന്തുണയുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. അവിടുത്തെ യുവ നേതാക്കളൊക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ സന്ദർശനം നടത്തുന്ന വാർത്തയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ബോധബലകമായി ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ. ഇങ്ങനെ തൃപ്പൂണിത്തുറ, കോട്ടയം, പാലക്കാട്, പെരുമ്പാവൂർ, കോവളം, ഇങ്ങനെ ഒരു 5 നിയമസഭാ മണ്ഡലങ്ങൾ മാറ്റിവെച്ചാൽ ഈ ഭാഗങ്ങളിലാണ് പുതിയ സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യത. ഈ 5 മണ്ഡലങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ആളുകളും അവിടെ മത്സരിച്ച ആളുകളും മത്സര രംഗത്തുണ്ടാകും. പിന്നെ ഈ 5 സീറ്റിൽ എങ്ങനെയാണ് യുവതികളെയും യുവാക്കളെയും കൊടുക്കുക എന്ന് ഇനി വി.ഡി. സതീശൻ തന്നെ കണക്ക് കൂട്ടി പറയണം. എങ്ങനെയാണ് ഈ 50% സീറ്റൊക്കെ ഇവിടെ നടക്കുന്നതെന്ന്. ഇനി പോട്ടെ, ഈ 90 സീറ്റിൽ ഇവർ മത്സരിച്ചു എന്നിരിക്കട്ടെ. ഇങ്ങനെ ഈ കുളങ്കലക്കി കുറെ ആളുകളെയൊക്കെ എടുത്ത് മത്സരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളുമൊക്കെ ചുമ്മാതല്ലല്ലോ ഇരിക്കുന്നത്. അവർക്ക് 27 സീറ്റ്, 27 മുതൽ 30 വരെ ഇടങ്ങളിൽ അവർ മത്സരിക്കും. പിന്നീടുള്ള 20 സീറ്റുകളിൽ മറ്റ് ഘടകകക്ഷികളിലെ ആളുകളും മത്സര രംഗത്തുണ്ടാകും. അങ്ങനെയാണ് 140 UDF തികയ്ക്കുന്നത്. ഈ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് വിജയിച്ച് കയറുകയാണെങ്കിൽ കോൺഗ്രസിനും UDF-നും അത് കനത്ത വെല്ലുവിളിയാകും. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് കുറി ചോദിക്കുമെന്ന് തന്നെയാണ് എന്നാണ് ഉറപ്പായിട്ടുള്ളത്. PV അൻവർ തീരെ മോശപ്പെട്ട നേതാവാണോ? അൻവറിന് സീറ്റ് കൊടുക്കണ്ടേ? അതുപോലെ കുറച്ച് ഉടൻകൊല്ലികളായ കുറച്ച് ആളുകൾ കൂടി കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നേരത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഊർജിതമാക്കാനുള്ള UDF-ന്റെ മോഹം വെറും വ്യാമോഹമായി പോവുകയേ ഉള്ളൂ. അതിനാണ് സാധ്യത കൂടുതൽ. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ വിമതരായോ സ്വതന്ത്രരായോ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.